നമുക്ക് കോട്ടയത്തേക്ക് ഒന്ന് പോകണം. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ല. അവിടെ നേരത്തെ ജി സുകുമാരൻ നായരൊക്കെ വോട്ട് ചെയ്ത് മടങ്ങിയിരുന്നു. ശ്രീജിത്ത്, കോട്ടയത്തെ വിവിധ മേഖലകൾ, മലയോര മേഖലകളുണ്ട്, ഗ്രാമീണ മേഖലകളുണ്ട്, നഗരപ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ എന്താണ് പോളിംഗ് ബൂത്തുകളിലെ അവസ്ഥ? വോട്ടർമാർ കൂട്ടത്തോടെ എത്തുന്നുണ്ടോ? വലിയ ക്യൂ കാണാമോ? രഞ്ജിത്ത്, പലയിടത്തും പല സാഹചര്യമാണ്. പക്ഷേ ഏതാണ്ട് എടുത്തു കഴിഞ്ഞാൽ പൊതുവെ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് കോട്ടയം ജില്ലയിൽ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോട്ടയത്തെ ഏതാണ്ട് പ്രധാനപ്പെട്ട പല കീ വോട്ടേഴ്സും വോട്ട് ചെയ്ത് മടങ്ങുന്നു, അതിരാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തത് ജി സുകുമാരൻ നായരുടെ പ്രതികരണമായിരുന്നു. അത് ശബരിമല യുവതീ പ്രവേശനത്തിൽ വലിയ പ്രതികരണങ്ങൾ, ജനവികാരം ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു പ്രതികരണം. ഇന്നും രാവിലെ 7 മണിക്ക് തന്നെ വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂളിലെ ബൂത്തിൽ അദ്ദേഹം വോട്ട് ചെയ്യാനെത്തി. ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ ബൂത്തിലാണ്. ഇവിടെയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ വോട്ട് ചെയ്യാനെത്തിയത്. ഈ രണ്ട് നേതാക്കളുടെയും പ്രതികരണം ഒരു പരിധിവരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പ്രതികരണം എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. കഴിഞ്ഞ തവണ വളരെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞിരുന്ന സുകുമാരൻ നായർ ഇത്തവണ ഒരു ഭരണമാറ്റം വേണോ വേണ്ടയോ എന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന നിലയിലാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ ഉൾപ്പെടെ അത് അന്വേഷിക്കുന്നുണ്ട്, കോടതിയും അന്വേഷിക്കുന്നുണ്ട്. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ താൻ ഒരു കക്ഷി ആയതുകൊണ്ട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ഇത്തരം പ്രതികരണങ്ങൾ അദ്ദേഹം പറഞ്ഞ് മാറുകയാണ് ചെയ്തത്. തൊട്ടിപ്പുറത്ത് തോമസ് തറയിൽ പറഞ്ഞതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, FCRA വിഷയത്തിലും ഒരു വലിയ രാഷ്ട്രീയ പ്രതികരണമൊന്നും നടത്തുന്നില്ല. പ്രത്യേകിച്ച് ബിഷപ്പുമാർ എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി മാറുന്ന സ്ഥിതിയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരുമായി ഇക്കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ പ്രതീക്ഷയുണ്ട് എന്ന് തോമസ് തറയിൽ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെയാണ് ഈ ദിവസം, അതായത് ഒരു പരിധിവരെ ഈ തെരഞ്ഞെടുപ്പിൽ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നൊരു നിശബ്ദതയുണ്ട് എന്ന് തോന്നിപ്പിക്കുമ്പോൾ സമാനമായ രീതിയിൽ തന്നെ ഈ രാഷ്ട്രീയ നേതൃത്വം ആ നിലയിൽ പ്രതികരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ബൂത്തിലും അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥിതിയുണ്ട്. കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ വലിയൊരു നീണ്ട നിര തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സമാനമാണ് ജില്ലയിലെ മറ്റ് പല കേന്ദ്രങ്ങളിലും ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പല സ്ഥാനാർത്ഥികളും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ പാലയിൽ ജോസ് കെ മാണി വോട്ട് രേഖപ്പെടുത്താനെത്തും. ചാണ്ടിയുമ്മൻ 10 മണിയോടുകൂടി വോട്ട് രേഖപ്പെടുത്താനെത്തും. അങ്ങനെ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും നേതൃത്വവും ഒക്കെ വോട്ട് രേഖപ്പെടുത്താനായി എത്തിക്കൊണ്ടിരിക്കുന്നു. ചിലർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്തായാലും വളരെ നല്ല പ്രതികരണം ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ തവണയൊക്കെ ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെയല്ല, ഉച്ചയ്ക്ക് ശേഷം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് വീണ്ടും അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും. കുടുംബം ഇന്നലെ പരാതി നൽകിയിരുന്നു. അത് തന്നെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.